ഹലോ, എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് റീൽസും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നുമല്ല കേട്ടോ. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു 12 വീഡിയോ ആണ് ഞാനിത് ചെയ്യുന്നത്. എല്ലാവരും എനിക്കൊന്ന് ഒരുപാട് പേര് കണ്ടു കാണും കേട്ടോ. 12 എന്ന് എഴുതി കാര്യം സാധിച്ച ഒരുപാട് വ്യക്തികൾ വീഡിയോ ചെയ്യുന്നു. അപ്പം ഞാൻ കണ്ടതെന്ന് വെച്ചാൽ ശ്രീദേവി എന്ന് പറയുന്ന ഒരു ആൻറ്റിയുടെ ഒരു വീഡിയോ ആണ് കണ്ടത്. ശ്രീദേവി കുമ്പിളിന്നോ കണ്ടാന്ന് തോന്നുന്നു. ആ ആൻറ്റിയുടെ ഒരു വീഡിയോ കണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒറിജിനൽ എന്ന് പറയുന്നത് രജനി എന്ന് പറഞ്ഞൊരു ചേച്ചിയുടെയാണ്. അല്ല, അതൊരു ആൻറ്റിയാണ്. രജനി എന്ന് പറയുന്ന ഒരു ആൻറ്റിയുടെ അവരാണിത് പറയുന്നത്. ഇതിനെക്കുറിച്ച് 12 എന്ന് എഴുതി കാര്യം സാധിക്കുന്ന ഒരു കാര്യം. അത് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടി. ഞാൻ വണ്ടി പോയത്. അപ്പം ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ എനിക്ക് റിസൾട്ട് കിട്ടിയില്ല കേട്ടോ. തുറന്ന് പറയാം, എനിക്ക് റിസൾട്ട് കിട്ടിയില്ല. ഞാൻ കുറച്ച് ദിവസങ്ങൾ നല്ലപോലെ എഴുതി ഞാനതുപോലൊക്കെ ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച കാര്യം എനിക്ക് റിസൾട്ട് കിട്ടിയില്ല. പക്ഷേ ഞാനിത് പലരുടെയും റിവ്യൂസും കാര്യങ്ങളൊക്കെ കണ്ട് എല്ലാവരും ഭയങ്കര കോൺഫിഡൻസ് ആണ് അതിനകത്ത്. എഴുതി സാധിച്ചു. അപ്പം എന്തായാലും ഞാൻ ഒരു വട്ടം കൂടെ ഞാൻ ട്രൈ ചെയ്യും കേട്ടോ. ഞാൻ ഒരു വട്ടം ട്രൈ ചെയ്തു, എനിക്ക് കിട്ടിയില്ല. ഞാൻ ഒരു വട്ടം കൂടെ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കും. കാരണം റിസൾട്ട് കിട്ടാത്തവർ കുറച്ചേ ഉള്ളൂ കേട്ടോ. എന്നെപ്പോലെ കുറച്ച് പേരേ ഉള്ളെന്ന് തോന്നുന്നു കമൻറ്റുകളിലൊക്കെ വന്നേക്കുന്നത്. കിട്ടിയവരാണ് ഒരുപാട് പേര്. അപ്പം ഞാൻ വിചാരിച്ചു എന്താ ഇപ്പം എനിക്ക് കിട്ടാഞ്ഞേ. അപ്പം ഞാൻ ഒന്നുകൂടെ വിചാരിച്ച് എന്തായാലും ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് റിസൾട്ട് കിട്ടുവാണെങ്കിലും നിങ്ങളോട് വന്ന് ഞാൻ പറയുന്നതായിരിക്കും. എന്തായാലും ഇപ്പം എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടില്ല. രജനി എന്ന് പറയുന്ന ആ ഒരു ആൻറ്റിയാണിത് കൊണ്ടുവന്നത്. അപ്പോൾ അവരതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. നമ്മുടെ ഇടത്തെ കയ്യിലെ മോതിരവിരലിലാണ് നമ്മളെ 12 എന്ന് എഴുതേണ്ടത്. നീലമഷിയോ പച്ചമഷിയോ വെച്ച് എഴുതാം എന്നാണ് പറയുന്നത്. അതിൽ ഞാൻ നീലമഷി വെച്ചാണ് എഴുതിയത്. അതായത് നമ്മൾ രാവിലെ 6 മണി തൊട്ട് വൈകിട്ട് 7 മണി വരെയുള്ള സമയത്തിൽ എപ്പോൾ വേണമെങ്കിലും എഴുതാമെന്നാണ് പറയുന്നത്. വ്രതമോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. ചിലർക്ക് ചില വിശ്വാസങ്ങളുണ്ടല്ലോ, ചില കാര്യങ്ങളോട് അമിത വിശ്വാസമുണ്ട്. അന്ധവിശ്വാസമല്ല, അമിത വിശ്വാസം. അപ്പോൾ അതിൻ്റെ പുറത്ത് ചെയ്യുന്നവരുണ്ട്. ഇപ്പോൾ എനിക്ക് വിശ്വാസമുണ്ട്. ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു, ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളൊക്കെ വിശ്വസിക്കുന്നു, ഓവറല്ല വിശ്വസിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ കണ്ടപ്പം, ആ ശ്രീദേവി എന്ന് പറയുന്ന ആൻറ്റിയുടെ വീഡിയോ കണ്ടപ്പം എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ചെയ്ത് നോക്കണം എന്ന് തന്നെയാണ് തോന്നിയത്. അല്ലാതെ അയ്യേ എന്ന് ഞാൻ തള്ളിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചെയ്ത് നോക്കിയത്. പക്ഷേ എനിക്ക് റിസൾട്ട് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റുമോ എന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ ഇനി ഒന്നും കൂടെ ഞാൻ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കും. കാരണം ഓരോ ദിവസവും വീഡിയോസ് കാണുമ്പം ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടി. ഒരുപാട് പേര് അവരുടെ കമൻറ്റ് വഴി ഇഷ്ടം പോലെ പേർക്ക് പൈസ കിട്ടിയതും ജോലി കിട്ടിയതും അവരാഗ്രഹിച്ച വീട് പണിയാൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും എല്ലാവരും നമ്മളെപ്പോലുള്ള മനുഷ്യരല്ലേ കമൻ്റ് ഇടുന്നത്. അപ്പോൾ എന്തായാലും നമ്മളും വിശ്വാസത്തോടു കൂടി തന്നെ ഒന്ന് ട്രൈ ചെയ്യാം. അപ്പം ആദ്യത്തെ ഞാൻ തുറന്നു പറഞ്ഞാൽ ഞാനിപ്പം ഫസ്റ്റ് ഞാൻ എഴുതി അങ്ങനെ വിശ്വാസം മനസ്സിൽ വെച്ചിട്ടൊന്നുമല്ല, ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയെന്നേ ഉള്ളൂ കേട്ടോ. അമിത വിശ്വാസത്തോടു കൂടിയൊന്നും ഞാൻ എഴുതിയില്ല. അതുകൊണ്ടാണോ എനിക്കറിയില്ല, എനിക്ക് റിസൾട്ട് കിട്ടിയില്ല കേട്ടോ. എന്തായാലും ഇനി ഒരു ടൈമിൽ ഇപ്പം ഞാൻ ചിലപ്പോൾ നാളെ തൊട്ടായിരിക്കും ഞാൻ വിശ്വാസത്തോടു കൂടി തന്നെ 12 എന്ന് എഴുതാൻ പോവാണ്. എഴുതിയിട്ട് 21 ദിവസത്തിനുള്ളിലാണ് പറയുന്നത് കേട്ടോ. ഉള്ളിൽ റിസൾട്ട് കിട്ടും. ചിലർക്ക് 3 ദിവസം, ചിലർക്ക് 2 ദിവസം, ചിലർക്ക് 7 ദിവസം, ഇതിനുള്ളിലെല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ എന്തായാലും വീണ്ടും ട്രൈ ചെയ്യുന്നതായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ വിശ്വാസം, നമ്മളിപ്പം എന്താ പറയുക, നമ്മളൊരു കാര്യം വിശ്വാസത്തോടു കൂടി ചെയ്താൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുമെന്ന് കേട്ടിട്ടുണ്ട്. അതേസമയം നമ്മൾ ചുമ്മാ അന്ന് നോക്കാം, ഒരു നേരം പോക്ക് എന്തായാലും നോക്കാം എന്ന് പറഞ്ഞ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് കിട്ടത്തില്ലെന്നും പറയും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ സെക്കൻഡായിട്ട് ചിന്തിച്ചിട്ടായിരിക്കും എനിക്ക് റിസൾട്ട് കിട്ടിയില്ല.
അപ്പോൾ ഈ ഒരു വീഡിയോ, അതായത് ശ്രീദേവി എന്ന് പറയുന്ന അവരുടെ യൂട്യൂബ് ചാനൽ, രജനി എന്ന് പറയുന്ന ആ ഒരു ആൻറ്റി, പിന്നെ ഒത്തിരി പേര് കേട്ടോ, അതൊരു അതിശയം പോലെയാണ് നമ്മളത്, ഞാൻ ആ വീഡിയോസൊക്കെ കാണുന്നത് കേട്ടോ. അവർക്കൊക്കെ ഒരുപാട് റിസൾട്ട് കിട്ടി. അപ്പം നിങ്ങൾ അവരുടെയൊക്കെ ചാനലൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ ഡീറ്റെയിൽഡായിട്ട് പറയുന്നുണ്ട്. പ്രത്യേകിച്ചൊന്നുമില്ല, ഈ ഒരു ടൈമിൽ രാവിലെ 6 തൊട്ട് വൈകിട്ട് 7 ഉള്ള ഒരു ടൈമിൽ എഴുതുക. നീലമഷിയോ പച്ചമഷിയോ വെച്ച് ഇടത്തെ കൈ, അതായത് ഇടത്തെ കയ്യിൽ മോതിര വിരലിൽ എഴുതി, ഇവിടെ 12 എന്ന് എഴുതിയിട്ട് ഒരു 2 മിനിറ്റ് എന്നാ പറഞ്ഞ 2 മിനിറ്റ് എന്നാന്ന് തോന്നുന്നു, നമ്മൾ ആ ഒരു ആഗ്രഹം, മറ്റ് ചിന്തകളെല്ലാം മറന്നിട്ട് നമ്മൾ എന്താണോ ആഗ്രഹിച്ചത് ആ ഒരാഗ്രഹം ദൈവത്തിനെ വിശ്വസിച്ചിട്ട് നമ്മൾ മനസ്സിൽ പ്രാർത്ഥിക്കുക, ആ ഒരാഗ്രഹം നടത്തിത്തരണം എന്നുള്ളത് പ്രാർത്ഥിക്കുക എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എനിക്ക് റിസൾട്ട് കിട്ടിയില്ലെന്നുള്ളത്, എന്തായാലും എല്ലാവരും റിസൾട്ട് കിട്ടി എന്ന് പറയുന്ന വീഡിയോ കാണുമ്പം എനിക്ക് കിട്ടാത്തത് ഒന്ന് പറയണ്ടേ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. എനിക്ക് കിട്ടിയില്ല കേട്ടോ എന്നും കരുതി ഞാൻ ഇത് ഉപേക്ഷിക്കത്തില്ല. ഞാൻ ഒരു വട്ടം കൂടെ ട്രൈ ചെയ്ത് നോക്കട്ടെ. അതിലെനിക്ക് റിസൾട്ട് കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇതുപോലൊരു വീഡിയോ ചെയ്യും. കാരണം ഇപ്പം ഞാൻ ലേസിയായിട്ട് ചെയ്തതാണെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട് മനസ്സിൽ. ചുമ്മാ നോക്കട്ടെ എന്ന് വിചാരിച്ച് ചെയ്തതാണ്. പക്ഷേ ഇനി ഞാൻ മനസ്സിനെ ഉറപ്പിച്ച് തന്നെ 12 വീണ്ടും ഞാൻ എഴുതി ട്രൈ ചെയ്യാൻ പോവാണ് കേട്ടോ. എഴുതിയിട്ട് ഞാൻ എൻ്റെ റിസൾട്ട് കിട്ടുകയാണെങ്കിൽ നിങ്ങളോട് വന്ന് പറയുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ജസ്റ്റ് വലിയ ചിലവും കാര്യങ്ങളൊന്നുമില്ല. നീലമഷിയോ പച്ചമഷിയോ പേന എല്ലാവരുടെ വീട്ടിൽ കാണും കേട്ടോ. അതെടുത്തിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പം 6 തൊട്ട് 7 വരെ സമയമുണ്ട്. ഇതിനുള്ളിൽ നിങ്ങളുടെ ഇടത്തെ വിരലിൽ മോതിര വിരലിൽ 12 എന്ന് എഴുതുക. ജസ്റ്റ് നമ്മളൊന്ന് പ്രാർത്ഥിക്കുക, നടക്കേണ്ട കാര്യം. പിന്നെന്ന് വെച്ചാൽ 1/2 മണിക്കൂർ വരെ ഈ ഒരു മഷി നമ്മൾ എഴുതിയത് മായരുത് എന്ന് പറയുന്നുണ്ട് അതിനകത്ത് കേട്ടോ. മാഞ്ഞു പോകരുത്. അത് കഴിഞ്ഞ് ഓട്ടോമാറ്റിക്കായിട്ട് മാഞ്ഞു പോയിക്കോട്ടെ എന്നും പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇപ്പോൾ എനിക്ക് റിസൾട്ട് കിട്ടിയില്ല, അതൊന്ന് പറയണമെന്ന് വിചാരിച്ച് വന്നേ. അന്ന് കരുതി ഇപ്പോൾ എനിക്ക് ഇപ്പം റിസൾട്ട് കിട്ടിയവരും കിട്ടാത്തവരും ഒക്കെ കമൻറ്റ് ഇടണം കേട്ടോ. നമ്മുടെ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ഇടണം കേട്ടോ. നിങ്ങൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾ ചെയ്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയോ, ഇനി ഞാൻ മാത്രമേ ഉള്ളൂ എനിക്ക് കിട്ടാത്തതെന്നും എനിക്കറിയത്തില്ല. കിട്ടാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ഇടണം കേട്ടോ. എന്നാലേ എനിക്കൊരു ആശ്വാസം ആവത്തുള്ളൂ. അപ്പോൾ ഇതുപോലുള്ള പിന്നെ പേപ്പറിനകത്ത് എഴുതുന്നതും പറയുന്നുണ്ട് കേട്ടോ. വേറൊരു ചാനലിൽ ഞാൻ കണ്ട്, എനിക്ക് ചാനലിൻ്റെ പേര് ഓർമ്മയില്ല, അതും 12 എന്ന, പക്ഷേ അത് ജയ എന്ന് പറയുന്ന ആൻറ്റിയുടെ ചാനലാണ് കേട്ടോ. ഒരു ജയ ആണെന്ന് തോന്നുന്നു കേട്ടോ. അത് പേപ്പറിൽ വെള്ള പേപ്പറിനകത്ത് എഴുതി, അത് പക്ഷെ കുറച്ചുകൂടെ ഡീറ്റെയിൽഡായിട്ട് അവർ പറയുന്നുണ്ട്. 12 പിന്നെ വേറെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട് കേട്ടോ. അത് ഞാനത് ഓർക്കുന്നില്ല. ഞാൻ കണ്ടിരുന്നു അത് വെള്ള പേപ്പറിൽ എഴുതി കാര്യം സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിനി ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും, ഇപ്പോൾ എന്തായാലും കിട്ടാത്തത് ഞാൻ വന്ന് പറഞ്ഞെങ്കിൽ ഇനി എനിക്ക് കിട്ടിയെങ്കിലും തീർച്ചയായിട്ടും ഞാൻ വന്ന് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ അനുഭവസ്ഥരാണെങ്കിലും അല്ലെങ്കിലും കമൻറ്റ് ഇടാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാൻ. അതുവരെയൊക്കെ എല്ലാവർക്കും ടാറ്റാ.